ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഇടനെഞ്ച് പൊട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ആ സ്ത്രീയുടെ ഒരവസ്ഥ ഉണ്ടല്ലോ, ഈ ഒരു സ്ത്രീയുടെ നിങ്ങളൊന്ന് നോക്ക്. പോയി ഒന്ന് രക്ഷിക്കണം എന്ന് പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സഹായമായി ഓടുന്നതും കാണാം. അവിടെ വയ്യാതെ ഇരിക്കുന്ന ശ്വാസതടസ്സത്തിലിരിക്കുന്ന ബിസ്മിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നതും അങ്ങേയറ്റം വെപ്രാളത്തിന്റെ പരമാവധിയിൽ അവിടെ ഇരിക്കുന്നതും കാണാം. സങ്കടകരമായ ദൃശ്യം, അങ്ങേയറ്റം സങ്കടകരമായ ദൃശ്യങ്ങളാണ്. ഈ സമയത്ത് അത്രയും ഒന്ന് നോക്കാനോ അല്ലെങ്കിൽ ഈ സമയം CPR കൊടുക്കൽ പോലെയുള്ള ഏറ്റവും പ്രധാനമായ പ്രാഥമിക ചികിത്സകൾ നൽകേണ്ട സമയമാണ്. ആ സമയത്ത് ഒന്നും നോക്കിയില്ല എന്നത് വളരെ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ അതാ പ്രേക്ഷകർ കാണുകയാണ്. ഏറ്റവും കുറഞ്ഞ 5-6 തവണയെങ്കിലും ആ ഭാര്യ നിസ്സഹായ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആരെങ്കിലും ഒരു കൈസഹായമുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അവിടെ ആരും ഒരു കുഞ്ഞുപോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാണ്. കുറെ കഴിയുമ്പോഴേക്കും മറ്റൊരാൾ പുറത്തുനിന്ന് വന്ന് കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഒക്കെയുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായ ചികിത്സാ പിഴവിൻ്റെ വളരെ വ്യക്തമായ ചികിത്സാ നിഷേധത്തിന്, ചികിത്സാ പിഴവ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആദ്യ മിനിറ്റുകളിൽ ജീവൻ രക്ഷിക്കാൻ ഈ സമയത്ത് കൊടുക്കേണ്ട ഒരു പ്രാഥമിക ചികിത്സയും കൊടുക്കാതെ ഒരു മനുഷ്യന്റെ ദുർഗതി, വല്ലാത്തൊരു ദുരവസ്ഥ, ആർക്കും സംഭവിക്കരുന്ന ദുരവസ്ഥയുടെ നേർദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. ചികിത്സ നിഷേധിച്ച് ഒന്ന് ചൂണ്ടിക്കാട്ടി മരിച്ച ബിസ്മിയുടെ കുടുംബം ഇന്ന് മുഖ്യമന്ത്രിക്കും DMOയ്ക്കും പരാതിയും നൽകും. ഏറ്റവും ചുരുങ്ങിയത് അങ്ങോട്ടേക്ക് ഇവിടെ നമ്മൾ കാണുന്നത് സ്വന്തം ഭർത്താവ് സ്വന്തം കൺമുന്നിൽ ഒരിറ്റു ശ്വാസത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്ന ഒരു യാചനയാണ്. ഒരു പക്ഷെ നമ്മളങ്ങ് മരണപ്പെട്ടു പോയാലും ആ മരണവേദനയ്ക്ക് ഇത്രയധികം വലിയ വേദന ഉണ്ടാകുമോ എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. അവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ അത്രയേറെ ബുദ്ധിമുട്ടിൽ അദ്ദേഹം ശ്വാസത്തിന് വേണ്ടിയിട്ട് യാചിക്കുമ്പോൾ ഒരു CPR കൊടുക്കാൻ പോലും ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് അത് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കട്ടെ. ഈ ഒരു അവസ്ഥ പറയുമ്പോൾ ശരിക്കും നമ്മൾ സർക്കാർ ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നത് ആരായിരിക്കും? സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന കുറേ പേരാണ് ഈ ഒരു സർക്കാർ ഹോസ്പിറ്റലുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന പേഷ്യൻസിനെ ശരിക്കും എൻ്റെ ഹസ്ബൻഡ്, ഞാനിത് പുറത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞാൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇനി ഒരു പക്ഷേ എനിക്ക് വീണ്ടും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ വലിയ ചർച്ചകൾ ചെയ്യാത്തത്. എന്ത് ഗുരുതര ആരോപണം ആര് ഉന്നയിച്ചാലും ശരിക്കും നഷ്ടപ്പെട്ടത് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 21 ദിവസത്തെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കിംസിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് അവിടെ നിന്ന്, ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് തൃപ്തികരമായ ഒരു ചികിത്സ രീതി അവിടെ നിന്ന് എനിക്ക് കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. കാരണം 49 പേഷ്യൻസ് ഉള്ള ഒരു വാർഡിൽ എല്ലാവരും തന്നെ കിടപ്പ് രോഗികളാണ്. എല്ലാവരും ഒരു വശം തളർന്നും എണീറ്റിരിക്കാൻ വയ്യാത്തതുമായിട്ടുള്ള ആളുകളാണ് ആ ഒരു മെഡിക്കൽ കോളേജിൽ ആ ഒരു വാർഡിൽ ഉണ്ടായിരുന്നത്. ആ ഒരു വാർഡിൽ ആകെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് ഒരൊറ്റ സ്ട്രക്ചറും ഒരൊറ്റ വീൽ ചെയറുമായിരുന്നു. ഇത്രയും 49 പേഷ്യൻസിനും ബാത്റൂമിൽ പോകണമെങ്കിൽ ആ ഒരു വീൽ ചെയറിനെ ഡിപ്പെൻഡ് ചെയ്തേ മതിയാകുള്ളൂ. ഒടുവിൽ ഈ വീൽ ചെയർ കിട്ടാത്തതിൻ്റെ പേരിൽ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ സ്നഗ്ഗി വെച്ച് കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അവിടെ എന്നുള്ളത്. പിന്നെ ഡോക്ടേഴ്സിൻ്റെ ഒരു രീതി എല്ലാവരും ഒരുപോലെയല്ല, എങ്കിലും 1-2 ഡോക്ടേഴ്സ് എങ്കിലും വളരെ റഷായിട്ട്, അതായത് സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്ന് പോയ ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ ശരിക്കും എനിക്ക് ഫീൽ ചെയ്ത ഒരു രീതി എന്ന് പറയുന്നത് ഏതോ റേപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഏതോ പോക്കറ്റടിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുന്ന ഒരു ഫീലായിരുന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് MD ICUലായിരുന്നു എൻ്റെ ഹസ്ബൻഡിനെ അഡ്മിറ്റ് ആക്കിയിരുന്നത്.
ഈ MD ICUവിൽ നിന്ന് 16 ദിവസം കണ്ട് എൻ്റെ ഹസ്ബൻഡ് MD ICUവിലായിരുന്നു. ഈ MD ICUവിൽ നിന്ന് ഇദ്ദേഹത്തിന് ഡിസ്ചാർജ് ചെയ്യാത്തത് തന്നെ പിന്നെ ഇദ്ദേഹത്തിന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രക്യോസ്റ്റമി ഒക്കെ ചെയ്തിട്ട് അതിൽ ഈ നെബുലൈസേഷൻ ഒക്കെ ചെയ്താലേ നെബുലൈസേഷൻ എടുക്കണം. പിന്നെ അതുപോലെ തന്നെ എന്തെന്നാണ് സെഷൻ ചെയ്യണം. ഈ സെഷൻ ചെയ്യലൊക്കെ ICUവിലായിരുന്ന സമയത്ത് നേഴ്സുമാർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. 16 ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന് പിന്നെ വാർഡിലേക്ക് വിടാനായിട്ട് ഇവരാദ്യം പറഞ്ഞത് ഓക്സിജനുള്ള ഒരു ബെഡ് വേണം എന്നുള്ളതായിരുന്നു. ഈ ഓക്സിജൻ ഉള്ള ഒരു ബെഡ് വേണം എന്ന് പറഞ്ഞ് 2 ദിവസത്തോളം വീണ്ടും അവിടെ വെയിറ്റ് ചെയ്ത ഇവര് പിന്നീട് എൻ്റെ ഹസ്ബൻഡിനെ വിടുന്നത് എന്ന് പറയുന്നത് പിന്നെ ഒരു ബാക്കിലുള്ള ഒരു ബെഡിലേക്കാണ് വിടുന്നത്. ഈ ബാക്കിലുള്ള ബെഡ് എന്ന് പറയുന്നത് നമുക്ക് നെബുലൈസേഷന്റെ മെഷീൻ പോലും കുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലഗ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു പ്ലഗ് സംവിധാനം ആ ഒരു ഹോസ്പിറ്റലിലുള്ള ഇത്രയും 49 പേഷ്യൻസും അവരുടെ കൂട്ടിരിപ്പുകാരും ഉള്ള ആ ഒരു വാർഡില് ആകെ 2 പ്ലഗ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഇത്രയേറെ ദിവസത്തോളം അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന ആളുകളുടെ ഫോൺ എന്ന് പറയുന്നത് ഓഫായി പോകാൻ സാധ്യതയുള്ള അവരുടെ പ്രിയപ്പെട്ടവർ വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ്. അതിന് എന്തായാലും ചാർജ് വേണം. ഈ ഒരു ചാർജ് കുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും ഈ ഒരു പ്ലഗ് ആണ്. അതുപോലെ തന്നെ നെബുലൈസേഷൻ ഓക്സിജൻ വേണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഹസ്ബൻഡിനെ ICUവിൽ അവർ വെച്ചിരുന്നത്. ICUവിൽ അവർ വിട്ടതിന് ശേഷം ഒരു ഓക്സിജന്റെ ഒരു ബെഡ് അല്ല കിട്ടിയതെന്ന് മാത്രമല്ല, നെബുലൈസേഷൻ പോലും, അതായത് ട്രക്യോസ്റ്റമി വരെ ചെയ്ത് അത്രയും സീരിയസ് കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റിനെ ശരിക്കും നെബുലൈസേഷന്റെ ഒരു പ്ലഗ് കുത്താനുള്ള ഒരു സംവിധാനം പോലും ഇല്ലാത്ത ഒരു ബെഡിലേക്കാണ് അദ്ദേഹത്തിനെ മാറ്റിയത് എന്നുള്ളതാണ്. ശരിക്കും ഇത് ഒരു അനാസ്ഥ തന്നെയാണ്, ശരിക്കുള്ള ഒരു അനാസ്ഥ തന്നെയാണ്. എന്നിട്ട് ഒരു ശ്വാസം എടുക്കാൻ പറ്റാതെ ഈ ഒരു സെഷൻ ചെയ്യൽ എന്ന് പറയുന്നത് എന്നോട് ചെയ്യ് എന്നാണ് പറയുന്നത്. ഈ ഞാൻ ചെയ്യണമെങ്കിലും ഇത് ശരിക്ക് ഈ തൊണ്ടയുടെ ആ ഭാഗം തുറന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ട്യൂബ് കൊടുത്തിരിക്കുകയാണ്. ഈ ട്യൂബിലേക്ക് നമ്മൾ ഒരിക്കലും പിന്നെ സ്റ്റെറിലൈസ് ചെയ്യാത്ത പിന്നെ കയ്യിൽ ഉറയൊന്നും ഇടാതെ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഓപ്പൺ പ്ലേസ് ആണ്. ഓപ്പൺ ആക്കി ശ്വാസകോശത്തിലേക്ക് ഇവർ ട്യൂബ് ഇറക്കിയിരിക്കുകയാണ്. ഈ ട്യൂബിന്റെ അകത്ത് ഇനി ഒരു ട്യൂബ് നമ്മൾ ഇട്ടിട്ട് സെഷൻ ചെയ്യുകയാണ്. ഇത് ഒരു പ്രാക്ടീസും ഇല്ലാത്ത എന്നോട് അവരത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ശരിക്കും ഈ ഒരു സാധനം അതിൻ്റെ അകത്തോട്ട് കുത്തുമ്പോൾ ഇദ്ദേഹം ശ്വാസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് പെടയുന്ന ആ ഒരു പെടച്ചില് ശരിക്കും എനിക്ക് താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അതുപോലെ തന്നെ പിന്നെ ഈ MD ICUവിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ച് ഇവർ വാർഡിലേക്ക് വിട്ട സമയത്ത് ആ ഒരു രാത്രി മുഴുവൻ ഇദ്ദേഹം ഉറങ്ങാതെ അസ്വസ്ഥതപ്പെടുകയാണ്. ശ്വാസം മുട്ടായിട്ട് അസ്വസ്ഥതപ്പെടുകയാണ്. ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഡ്യൂട്ടിക്ക് വന്ന ഡോക്ടർമാരടുത്ത് പറയുകയാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് അസ്വസ്ഥതപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഡോക്ടർ വന്ന് ചെസ്റ്റ് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞത് ചെസ്റ്റ് ഒക്കെ ക്ലിയർ ആണല്ലോ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇദ്ദേഹത്തിനെ ഞാൻ കിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇദ്ദേഹത്തിന്റെ ഹെൽത്തിന്റെ രീതി, അതായത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ന്യൂമോണിയ സ്റ്റാർട്ടിങ് ആയിരുന്നു. ശരിക്കും ഞാൻ അവിടെ തന്നെ ഇട്ടിരുന്നു എങ്കിൽ 2 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ഹസ്ബൻഡിന് ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ട് കേട്ടോ, എന്നിട്ട് ന്യൂമോണിയയുടെ ഗുളികകൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ശരിക്കും എത്രത്തോളം ഒരു മനുഷ്യന്റെ ജീവന് എത്ര പ്രാധാന്യമാണ് ഇവർ ചെയ്യുന്നത്, ഇവർ നൽകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഞാനും പിന്നെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായ ഒരാളാണ്, ഞാൻ പഠിച്ച ഒരാളാണ്. ഈ ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുമ്പോൾ, ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ എടുത്ത ക്ലാസ് എന്ന് പറയുന്നത് മനുഷ്യ ജീവൻ വെച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന ഓർമ്മ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പോലും പഠിക്കുമ്പോൾ അവർ തരുന്ന ആ ഒരു ക്ലാസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവൻ വളരെ പ്രധാനപ്പെട്ട, എല്ലാ ജീവനും പ്രാധാന്യമുള്ളത് തന്നെയാണ്. പക്ഷെ മനുഷ്യൻ കുറച്ചുകൂടി ശ്രേഷ്ഠത ഉള്ളവരാണ്. അപ്പൊ മനുഷ്യന്റെ ജീവൻ ഇത്രയും പ്രാധാന്യമുണ്ട് എന്ന്
ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് പോലും പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഒരു ഡോക്ടർ, നേഴ്സ് ഒക്കെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് എന്തിനാണ്? ഹോസ്പിറ്റലിൽ എത്തുന്നത് എന്തിനാണ്? വിശ്വാസത്തോടു കൂടിയാണ്. അതായത് അവിടെ എനിക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് കിട്ടും, എൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി വരുമ്പോൾ ആ ഒരു രോഗിയോട് ചെയ്യുന്ന അനാസ്ഥ, ഇത് എവിടെയാണ് ശരിക്കും ഞങ്ങൾ പരാതിപ്പെടേണ്ടത്? ഇതിന് എവിടെ നിന്നാണ് ഞങ്ങൾക്ക് നീതി കിട്ടുന്നത്? അന്നൊരു പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതെല്ലാം വിറ്റിട്ട് ഞാൻ കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ ഭർത്താവിന് വേണ്ടുന്ന ചികിത്സ നൽകി. ഇന്ന് ശരിക്ക് പറഞ്ഞാൽ എനിക്ക് ഒരു പനി വന്നാൽ പോലും അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ചിലവ് വന്നാൽ പോലും അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനങ്ങളും ഒന്ന് പണയം വെക്കാൻ പോലും എനിക്ക് ഒന്നും തന്നെ ഇല്ല. ആ ഒരു അവസ്ഥയിൽ ലൈഫ് ഇൻസെക്യൂർ ആയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പോലും. ശരിക്കും പാവങ്ങളായ ജനങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എവിടേക്കാണ് പോകേണ്ടത്? ശരിക്കും മന്ത്രിമാരൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, മന്ത്രിമാർക്ക് പോലും വിശ്വാസമില്ലല്ലോ നമ്മുടെ മെഡിക്കൽ കോളേജുകളെ എന്ന് ചിന്തിച്ചു പോകും. ഇതൊരു നോർമൽ ശരാശരിയായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുന്ന എൻ്റെ സംശയമാണ്. ഞങ്ങൾ സാധാരണക്കാർ ചികിത്സയ്ക്കായിട്ട് എവിടേക്കാണ് പോകേണ്ടത്? ഞങ്ങൾ സാധാരണക്കാരായതുകൊണ്ട് ഞങ്ങളുടെ ജീവന് വിലയില്ലേ? ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഞങ്ങൾക്ക് ചികിത്സ കിട്ടണ്ടേ? ഞങ്ങളുടെ ജീവന് വിലയില്ലേ?